നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. രാവിലെ മുതൽ മഴ ശമിച്ചതോടെ വെള്ളം പതുക്കെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നു. തടസ്സപ്പെട്ട വാഹന ഗതാഗതവും പുനരാരംഭിച്ചിട്ടുണ്ട്. കേരള തീരം മുതൽ ഗുജറാത്ത് വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടതിനാൽ അടുത്ത 48 മണിക്കൂർ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 23-ന് കേരളത്തിൽ പ്രകൃതി ദുരന്തമുണ്ടാകുമെന്ന് കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ച മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. പുത്തൂർ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് രൂക്ഷം. ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. രാവിലെ മുതൽ മഴ ശമിച്ചതോടെ വെള്ളം പതുക്കെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റോഡുകളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയതോടെ വീണ്ടും വാഹന ഗതാഗതം ആരംഭിച്ചു. മാടക്കത്തറ പഞ്ചായത്തിലെ മുങ്ങിയ പാടങ്ങളിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടില്ല. നടത്തറ, പുത്തൂർ പഞ്ചായത്തുകളിൽ റോഡിൽ വെള്ളം കയറി പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇപ്പോൾ റോഡുകളിൽ നിന്നും വെള്ളം പിൻവാങ്ങിയ അവസ്ഥയാണ്. ഇതോടെ വാഹന ഗതാഗതം ആരംഭിച്ചിട്ടുണ്ട്. പീച്ചി അണക്കെട്ടിന്റെ ഷട്ടറുകൾ 30 സെന്റിമീറ്ററിലേക്ക് താഴ്ത്തിയതോടെ പുത്തൂർ, നടത്തറ മേഖലയിൽ വെള്ളക്കെട്ടിന് ആശ്വാസമായിട്ടുണ്ട്. പെരിങ്ങാവ്, ഗാന്ധിനഗർ, കുറ്റുമുക്ക്, നെട്ടിശ്ശേരി പാടങ്ങളിൽ നിന്നും വെള്ളം പിൻവാങ്ങി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയും കാറ്റും KSEBക്ക് പിടിപ്പത് പണിയുണ്ടാക്കിയിരിക്കുന്നു. 100 കണക്കിന് പോസ്റ്റുകൾ ഒടിയുകയും ലൈനുകൾ പൊട്ടുകയും ചെയ്തതോടെ തീർത്താൽ തീരാത്ത പണികളാൽ നട്ടം തിരിയുന്ന അവസ്ഥയാണ്. തെക്കുംകര, മാടക്കത്തറ, പുത്തൂർ, നടത്തറ, പാണഞ്ചേരി പഞ്ചായത്തുകളിലെ മലമ്പ്രദേശങ്ങളിൽ വൈദ്യുതി ലൈനിലേക്ക് മരങ്ങൾ മറിഞ്ഞു വീണാണ് അപകടങ്ങളുണ്ടായത്. കാർഷിക സർവകലാശാലയും മരങ്ങൾ മനഃപൂർവ്വം മുറിച്ചു നീക്കാതെ പണി കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ അതിതീവ്ര മഴ ലഭിക്കുകയും അടുത്ത 48 മണിക്കൂർ നേരം മഴ ശക്തമായി തുടരുമെന്നും സാഹചര്യത്തിൽ പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുന്നിൽ കണ്ട് മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്തെ ക്യാമ്പുകൾ തുറന്ന് എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന, റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലേക്ക്, മറ്റ് ജലാശയങ്ങളിലേക്കോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റ് ആവശ്യങ്ങളിലേക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്നുള്ള റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യത മുന്നിൽ കാണണം. ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക്, ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.
കാലവർഷം കനത്തു പെയ്തപ്പോൾ പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ 71 ഇഞ്ച് വരെ ഉയർത്തിയതിനാൽ ജില്ലയിൽ മിക്ക ഭാഗങ്ങളിലും അമിതമായ വെള്ളപ്പൊക്കമുണ്ടായി. പല വീടുകളും റോഡുകളും പാലങ്ങളും വെള്ളത്തിനടിയിലായി. തെക്കുംപാടം മഞ്ഞക്കുന്ന് പൈപ്പ് പാലം കവിഞ്ഞ് അപകടകരമാം വിധത്തിൽ വെള്ളമൊഴുക്കുണ്ടായി. ഡാമിന്റെ സമീപ പ്രദേശത്ത് വെള്ളം കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ഭീതി ജനിപ്പിച്ച് നിറഞ്ഞു കവിഞ്ഞ് സമീപ പ്രദേശത്തെ ജനങ്ങളെയും ജനജീവിതത്തെയും വലച്ചു. ഡാം ആപൽക്കരമായ വിധത്തിൽ തുറക്കാൻ കാരണമായ ശക്തമായ മഴ നിലയ്ക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരു തുരുത്തിന്റെ കാഴ്ചകളാണിത്. ഇത് ജില്ലയിൽ പല പ്രദേശങ്ങളിലും അനുഭവവേദ്യമാണ്. ഇതിപ്പോൾ ഇന്നലെ 62 ഇഞ്ചോളം ഇന്നലെ പൊക്കി. അപ്പോൾ ഈ പാലം ഇന്നലെ പെട്ടെന്നാണ് ഇവർ പൊക്കിയത്. ഇത്ര സ്പീഡിൽ പൊക്കേണ്ട കാര്യം ഉണ്ടായില്ല. ഇത്ര നേരത്തെ മുമ്പ് തുറന്നു കിടങ്ങിയ ഇതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. ഭയങ്കര സ്പീഡായി, എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഇതിനകത്തൊക്കെ ഈ പാലം കണ്ടില്ലേ, ഈ പാലത്തിലൊക്കെ വന്ന് ആകെ എല്ലാം തടഞ്ഞ് ഞങ്ങളാണ് ഇന്ന് രാവിലെ ഇത് കംപ്ലീറ്റ് ഇട്ട് വെടുപ്പാക്കി മാറ്റി വിട്ടത്. ഈ നാട്ടുകാർ കണ്ടില്ലേ, ഇത് കംപ്ലീറ്റും വാഴകളൊക്കെ നശിച്ച് എല്ലാം. ഇത് പെട്ടെന്നുള്ളൊരു സംഭവം, ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതിങ്ങനെയൊക്കെ സംഭവിച്ചത്. പെട്ടെന്നായി 72 ഇഞ്ച് മൊത്തം പൊക്കി, ഒരുമിച്ച് പൊക്കി. 3 ഇഞ്ച് 3 മണിക്ക് 3 ഇഞ്ച് പൊക്കുമെന്ന് പറഞ്ഞേ, അത് പൊക്കി 72 ഇഞ്ച് വരെ പൊക്കി. ഭയങ്കര ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ ഇത്രയ്ക്കും സ്പീഡിൽ പൊക്കേണ്ട കാര്യം ഉണ്ടായില്ല. അപാകത ഭയങ്കര അപാകതയായി. അത് വലിയ വിഷമമായിട്ട് ഞങ്ങൾ കണക്കാക്കി. ഈ പാലം പോകുന്നു ഞങ്ങൾ അതിനെ പ്രതീക്ഷിച്ചു. ഇവിടെ ഈ പാലം ക്രോസ് ചെയ്ത് വെള്ളം പോയപ്പോൾ ആളുകൾ എങ്ങനെയാണ് ഇത് ക്രോസ് ചെയ്തിരുന്നത്? ആളുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആള് ബ്ലോക്കായി. ഇവിടെ ഈ കട്ട കംപ്ലീറ്റ്, ഈ തുരുത്ത് കംപ്ലീറ്റ് എല്ലാവരും ബ്ലോക്കായി. ഒറ്റപ്പെട്ട തുരുത്തണത്. ഇതിവിടെ എവിടെയും വഴി ഉണ്ടായില്ലേ. കണ്ണാറ ബ്ലോക്കായി, ഇവിടെ ബ്ലോക്കായി, കൊല്ലനക്കുഴി ബ്ലോക്കായി, കംപ്ലീറ്റ് ബ്ലോക്കായി. ആർക്കും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പിനെ അവഗണിച്ചതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കേരളത്തിന് കേന്ദ്രം പ്രളയ പ്രകൃതി ദുരന്ത മുന്നറിയിപ്പ് ഈ മാസം 23-ന് തന്നെ നൽകിയിരുന്നുവെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനം അവഗണിച്ചതാണ് വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തമുണ്ടാകാൻ കാരണമെന്ന് രാജ്യസഭയിലെ അമിത് ഷായുടെ പ്രസംഗത്തോടെ വ്യക്തമായിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച മറച്ചുവെക്കാനാണ് കോൺഗ്രസ് CPM അംഗങ്ങൾ പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിച്ചതെന്നും തെളിഞ്ഞിരിക്കുകയാണ്. ഒരാഴ്ച മുൻപ് തന്നെ NDRF സംഘത്തെ സംസ്ഥാനത്തേക്ക് അയച്ചിട്ടും സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാതിരുന്നതെന്ന് മനസ്സിലാകുന്നില്ല. മുന്നറിയിപ്പ് ലഭിച്ചിട്ടും കേരളം എന്തു ചെയ്തുവെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തത്തിന് സംസ്ഥാന സർക്കാർ കാരണക്കാരായിരിക്കുകയാണ്. സംസ്ഥാനം നിസ്സംഗത പുലർത്തിയത് കൊണ്ടാകണം ജൂലൈ 24-നും 25-നും കേന്ദ്രം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. അതിശക്തമായ മഴ പെയ്യുമെന്ന് ജൂലൈ 26-ന് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടും സംസ്ഥാന സർക്കാർ ഉണർന്നു പ്രവർത്തിക്കാത്തത് ഞെട്ടിക്കുന്നതാണ്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്നും കേന്ദ്രം അറിയിച്ചിട്ടും അതിന് ഏറ്റവും സാധ്യതയുള്ള മേഖലകളിൽ പോലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നത് ഗുരുതരമായ കൃത്യവിലോപമാണ്. ബന്ധപ്പെട്ടവരെ മാറ്റി താമസിപ്പിക്കാനും വേണ്ട സ്ഥലങ്ങളിൽ NDRFനെ വിനിയോഗിക്കുന്നതിലും സർക്കാർ പരാജയപ്പെട്ടുവെന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു. 2016-ൽ ഇന്ത്യയിൽ ആരംഭിച്ച മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനം 2023-ഓടെ ഏറ്റവും ആധുനികമായ രീതി കൈവരിച്ചിരിക്കുകയാണെന്നാണ് ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത്. പ്രളയം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയ ദുരന്ത സാധ്യതകൾ 7 ദിവസം മുൻപ് പ്രവചിക്കാൻ കെൽപ്പുള്ള 4 രാജ്യങ്ങൾ മാത്രമേ ലോകത്തുള്ളൂ. അതിലൊന്നാണ് ഇന്ത്യയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. 2000 കോടി രൂപയാണ് ഈ സംവിധാനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ചെലവഴിച്ചത്. എന്നിട്ടും വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കാൻ സാധിക്കാതിരുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂർ ജില്ലയിൽ വീണ്ടും മഴ മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 8 വരെ ശരാശരി ലഭിച്ച മഴ 30.62 മില്ലിമീറ്ററാണ്. അതിരപ്പള്ളി സ്റ്റേഷനിലാണ് കൂടുതൽ മഴ രേഖപ്പെടുത്തിയിരിക്കുന്നത്, 52.2 മില്ലിമീറ്റർ. നിലവിൽ 73 ക്യാമ്പുകളിലായി 20,490 പേർ കഴിയുന്നു. 917 കുടുംബങ്ങളാണുള്ളത്. ക്യാമ്പിൽ കഴിയുന്നവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ആരോഗ്യ പരിരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ
നദികളിലെയോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മത്സ്യബന്ധനത്തിനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. ജില്ലയിൽ പീച്ചി, വാഴാനി, പെരിങ്ങൽകുത്ത്, പൂമല, അസുരൻകുണ്ട്, പത്താഴക്കുണ്ട് ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. പീച്ചി ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടറുകൾ 140 സെന്റിമീറ്റർ വീതം തുറന്നിട്ടുണ്ട്. വാഴാനി ഡാമിന്റെ 4 ഷട്ടറുകൾ 110 സെന്റിമീറ്റർ വീതം തുറന്നിട്ടുള്ളതാണ്. പൂമല ഡാമിന്റെ 4 ഷട്ടറുകൾ 13 സെന്റിമീറ്റർ വീതവും പത്താഴക്കുണ്ട് ഡാമിന്റെ ഷട്ടറുകൾ 12 സെന്റിമീറ്റർ വീതവും തുറന്നിട്ടുണ്ട്. അസുരൻകുണ്ട് ഡാമിന്റെ 3 ഷട്ടറുകൾ 20 സെന്റിമീറ്റർ വീതവും തുറന്നിട്ടുണ്ട്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ 3 ഷട്ടറുകളും 2 സ്ലൂയിസ് ഗേറ്റും തുറന്നിട്ടുണ്ട്. ഇതുകൂടാതെ തുണക്കടവ് ഡാം തുറന്ന് വെള്ളം പെരിങ്ങൽകുത്തിലേക്ക് ഒഴുക്കുന്നുണ്ട്. മണലി, കുറുമാലി, കരുവന്നൂർ, അരങ്ങാലി, വെറ്റിലപ്പാറ പുഴകളിലെ ജലം മുന്നറിയിപ്പ് പരിധിയേക്കാൾ കൂടുതലാണ്. ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. പുത്തൂർ പഞ്ചായത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷം. പഞ്ചായത്ത് പരിധിയിലെ 1200ഓളം പേരെ വീടുകളിൽ നിന്നും ഒഴിപ്പിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്ഥലം സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയും പീച്ചിയിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിട്ടതുമാണ് വെള്ളക്കെട്ടിന് കാരണമായത്. പഞ്ചായത്ത് പരിധിയിലെ മണലിപ്പുഴയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെയാണ് ഒഴിപ്പിച്ചത്. പുത്തൂർ പഞ്ചായത്ത് പരിധിയിൽ നിലവിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തനം ആരംഭിച്ചത്. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ക്യാമ്പിൽ 160ഓളം പേരും മരത്താക്കര സെന്റ് ജോസഫ് സ്കൂൾ ക്യാമ്പിൽ 600-ൽ പരം ആളുകളുമാണ് കഴിയുന്നത്. കൂടാതെ കൈനൂർ ക്ഷേത്ര ഹാളിൽ 200 പേരും നിലവിലുണ്ട്. മഴക്കെടുതി നേരിട്ട് വിലയിരുത്തുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പുത്തൂർ ഗവൺമെന്റ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ സന്ദർശനം നടത്തി. ക്യാമ്പിൽ കഴിയുന്നവർക്ക് അത്യാവശ്യ വൈദ്യസഹായം ഉറപ്പാക്കുന്നതിനായി വെട്ടുകാട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരും ക്യാമ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. വെള്ളക്കെട്ട് ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇനിയും ആളുകളെ പുത്തൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒഴിപ്പിക്കുന്നുണ്ട്.
ഏതാനും ചിലർ ബന്ധുവീടുകളിലേക്കും മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്കും മാറിയിട്ടുണ്ട്. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ പുഴമ്പള്ളം, കൈനൂർ, മരത്താക്കര, മണ്ണാവ്, തെങ്ങുന്തറ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വ്യാപകമായി വെള്ളം കയറിയത്. നിരവധി വീടുകളിലും വെള്ളം കയറി. പല റോഡുകളിലും വെള്ളം കയറിയതോടെ വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു. പഞ്ചായത്ത് പരിധിയിൽ മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു വരുന്നതായി പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 29-ാം തീയതി വൈകുന്നേരം മുതൽ കുറേശ്ശെ പ്രളയത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങി. കൈനൂര് ചെറയിൽ മരം തടഞ്ഞത് തൊട്ട് നമുക്ക് വെള്ളക്കെട്ട് ആരംഭിച്ചു തുടങ്ങിയതാണ്. 29-ാം തീയതി രാവിലെ മുതൽ നമുക്ക് നല്ലപോലെ വെള്ളം കയറി തുടങ്ങിയിരുന്നു. എന്നാലും ആളുകൾക്കൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ 30-ാം തീയതി കാലത്ത് മുതൽ മരത്താകര, അതുപോലെ തന്നെ കൈനൂര് പ്രദേശങ്ങളിലെ വീടുകളിലേക്കും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറി തുടങ്ങി. തിരിഞ്ഞ് എല്ലാ പ്രദേശങ്ങളിലേക്കും പുത്തൂര്, മരത്താകര, കൈനൂര് പ്രദേശങ്ങളിലും മൊത്തം വെള്ളം കയറുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഈച്ചി ഡാം ഫുള്ളും തുറന്നതിന് ശേഷമാണ് എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളം കയറിയത്. സാധാരണ കയറുന്നതിനേക്കാൾ അധികം വെള്ളമാണ് ഈ പ്രാവശ്യം നമ്മുടെ പഞ്ചായത്തിൽ കയറിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമുക്കൊരു വിഷമം ഉണ്ടാക്കിയത് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഒരു വെള്ളക്കെട്ടിൽ വീണ ഒരു പയ്യനെ കാണാതെ ആയിട്ടുണ്ട്. ഇതുവരേക്കും കുട്ടീനെ കണ്ടെത്താനായിട്ടില്ല. അതൊരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കിഴക്കൻ മേഖലയിൽ ഒരു ചെറിയൊരു മണ്ണിടിച്ചിൽ റോഡിലേക്കാണ് ഉണ്ടായത്. മറ്റ് അപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വെള്ളം കയറിയതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. ഇപ്പോൾ 1148 വീടുകളിലേക്ക് ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. 4 ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. മരത്താകരയുള്ള ക്യാമ്പിൽ ഇപ്പോൾ നമുക്ക് 620ഓളം പേര് ഇപ്പോൾ ക്യാമ്പിനകത്തുണ്ട്. അതുപോലെ തന്നെ പുത്തൂര് LP സ്കൂളിലാണ് മറ്റൊരു ക്യാമ്പ്. അവിടെ 133 പേരുണ്ട്. കൈനൂര് അമ്പലത്തിൻ്റെ ക്ഷേത്ര ഹോളുണ്ട്. അവിടെ നമുക്കിപ്പോൾ 160ഓളം പേര് ക്യാമ്പിലുണ്ട്. കൂടാതെ കുറേ പേര് ബന്ധുവീടുകളിലേക്ക് പോയിട്ടുണ്ട് വെള്ളം കയറി. ടോട്ടൽ 1500-ന്റെ അടുത്തേക്ക് നമുക്ക് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഉള്ള ആളുകൾക്ക് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ജില്ലയിൽ 73 ക്യാമ്പുകൾ. ജില്ലയിൽ നിലവിൽ 6 താലൂക്കുകളിലായി 73 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. 917 കുടുംബങ്ങളിലെ 2490 പേരാണ്. ഇതിൽ 1020 പുരുഷന്മാരും 998 സ്ത്രീകളും 472 കുട്ടികളും ഉൾപ്പെടുന്നു. ചാലക്കുടി 14, മുകുന്ദപുരം 5, തൃശൂർ 32, തലപ്പള്ളി 14, ചാവക്കാട് 1, കുന്നംകുളം 7 എന്നിങ്ങനെയാണ് വിവിധ താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന ക്യാമ്പുകളുടെ എണ്ണം. ചാലക്കുടി 514 പേർ, മുകുന്ദപുരം 124, തൃശൂർ 1273, തലപ്പള്ളി 349, ചാവക്കാട് 13, കുന്നംകുളം 217 പേർ എന്നിങ്ങനെയാണ് ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം. വയനാടിനായി കൈകോർക്കാം. ദുരിതബാധിതർക്കുള്ള അവശ്യവസ്തുക്കളുമായി BJP പീച്ചി മണ്ഡലം കമ്മിറ്റി വയനാട്ടിലേക്ക്. വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പീച്ചി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഉൽപ്പന്ന കളക്ഷൻ പട്ടിക്കാട് സെന്ററിൽ നടന്നു. ക്യാമ്പിലേക്ക് ആവശ്യമായ അരി, പലചരക്ക്, ഉടുപ്പുകൾ, ചെരുപ്പ്, സോപ്പ് എന്നിങ്ങനെ ധാരാളം ഉൽപ്പന്നങ്ങൾ പട്ടിക്കാട് സെന്ററിലെ കടകളിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിച്ചു. വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ട ജനങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് പീച്ചിയിലെ ജനങ്ങൾ വലിയ സഹകരണമാണ് നൽകിയത്. സേവന പ്രവർത്തനങ്ങൾക്ക് പീച്ചി മണ്ഡലം ഭാരവാഹികളായ അജി ജയൻ, അരുൺ ധ്വനി, ജിനീഷ് ശിവൻ, ബിനു, അലക്സ്, ഗിരീഷ്, സുനി, സുബീഷ് പങ്കെടുത്തു. ഉൽപ്പന്ന കളക്ഷന് കർഷക മോർച്ച തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് നടുവിലവളപ്പിൽ നേതൃത്വം നൽകി. കേരളത്തിൽ ഇന്ന് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ആ വയനാട്ടിലെ ജനങ്ങൾക്ക്, ദുരിതമനുഭവിക്കുന്ന വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് അവർക്ക് അവശ്യ സാധനങ്ങളുമായി ഉള്ള പീച്ചി മണ്ഡലത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടി പീച്ചി മണ്ഡലത്തിൻ്റെ നേതൃത്വത്തിൽ അവശ്യ സാധനങ്ങളും സമാഹരിച്ചുകൊണ്ട് യാത്ര തിരിക്കുകയാണ്. അവർക്ക് വയനാടിനൊരു കൈത്താങ്ങ് എന്നുള്ള പരിപാടിയുമായി ഭാരതീയ ജനതാ പാർട്ടി തൃശ്ശൂരിലെ മുഴുവൻ മണ്ഡലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയൊരു സപ്പോർട്ടാണ് പീച്ചി മണ്ഡലത്തിൽ നമുക്ക് പട്ടിക്കാട് പ്രദേശത്തുള്ള വ്യാപാരികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. വയനാട്ടിലെ ജനങ്ങളുടെ ദുഃഖത്തിൽ പീച്ചി മണ്ഡലവും ചേർന്നുകൊണ്ട് അവർക്ക് വേണ്ട സഹായകത്വവുമായിട്ടുള്ള യാത്ര തിരിക്കുകയാണ്. ഒരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ.
ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ, വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തകളിലേക്ക്. വിയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഫയലുകളും മരുന്നുകളും തീ വെച്ച് നശിപ്പിച്ച ജീവനക്കാരനെ വിയ്യൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വെങ്ങിണിശ്ശേരി പാറളം കളപ്പുരയ്ക്കൽ അനൂപ് എന്ന 36-കാരനാണ് അറസ്റ്റിലായത്. ജൂലൈ 20-ന് രാത്രിയിലായിരുന്നു സംഭവം. മുഖംമൂടി ധരിച്ചെത്തിയ ആൾ തീപ്പന്തമെറിഞ്ഞാണ് ഫയലുകളും മരുന്നുകളും നശിപ്പിച്ചതെന്നായിരുന്നു പ്രതി പറഞ്ഞത്. എന്നാൽ ഇയാളുടെ മൊഴി തെറ്റാണെന്ന് അന്വേഷണത്തിൽ പോലീസിന് മനസ്സിലായി. സംഭവം നടന്നതിന്റെ അടുത്ത ദിവസം മുതൽ ഈ ആശുപത്രിയിൽ ഓഡിറ്റ് നിശ്ചയിച്ചിരുന്നു. ഓഡിറ്റ് ചെയ്യേണ്ട ഫയലുകളാണ് പ്രതി കത്തിച്ചത്. കത്തിക്കുന്നതിനിടെ പ്രതിയുടെ കാലിൽ ചെറിയ പരിക്കേറ്റിരുന്നു. ലക്ഷങ്ങളുടെ കണക്കുകളാണ് ഇയാൾ കത്തിച്ചു കളഞ്ഞത്. കനാലുകളിൽ അടിഞ്ഞുകൂടിയ തടസ്സങ്ങൾ അടിയന്തരമായി നീക്കാൻ നിർദ്ദേശം. ജില്ലയിലെ കനാലുകളിൽ അടിഞ്ഞുകൂടിയ തടസ്സങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്ത് ശുചീകരിക്കാൻ മേജർ, മൈനർ, അഡീഷണൽ ഇറിഗേഷൻ വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ കർശന നിർദ്ദേശം നൽകി. കനത്ത മഴയെ തുടർന്ന് കനാലുകളിലുണ്ടായ കുളവാഴകൾ, ചണ്ടികൾ, ചെളിയും മണ്ണും തുടങ്ങിയവ നീക്കം ചെയ്യണം. കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് ചേർന്ന അവലോകന യോഗത്തിൽ ജില്ലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. മഴയുടെ അളവനുസരിച്ച് ഡാം ഷട്ടറുകൾ തുറക്കുന്നതിന് ഏകോപനമുണ്ടാകണമെന്ന് നിർദ്ദേശിച്ചു. പരമാവധി രാത്രി സമയത്ത് ഷട്ടർ ഉയർത്താതിരിക്കാൻ മുൻകരുതൽ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് നിർദ്ദേശം നൽകി. കനത്ത മഴ മൂലം തകർന്ന റോഡുകളിൽ അപകട സൂചനാ ബോർഡുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട്. അപകടാവസ്ഥയിലായ 142 മരങ്ങളും 503 മരങ്ങളുടെ ശിഖരങ്ങളും മുറിച്ചു മാറ്റിയതായി അറിയിച്ചു. തുടർന്നും അപകട സാധ്യത ഉണ്ടാകുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവൃത്തി നടക്കുന്നു. PWD റോഡ് സംബന്ധിച്ച പ്രശ്നങ്ങൾ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ അറിയിക്കണം. മണലി, കുറുമാലി പുഴകളിലെ ജലനിരപ്പ് മുന്നറിയിപ്പുള്ള നിലയേക്കാൾ മുന്നിലെത്തിയിട്ടുണ്ട്. പലയിടങ്ങളിലും ബണ്ട് പൊട്ടാനുള്ള സാധ്യതയുള്ളതിനാൽ ഇത് ബലപ്പെടുത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട്. ജില്ലയിൽ ബണ്ടുകൾ സംബന്ധിച്ച പ്രശ്നങ്ങൾ KLDC കൺസ്ട്രക്ഷൻ എഞ്ചിനീയറെ അറിയിക്കേണ്ടതാണ്. എറവക്കാട് ഷട്ടർ കേടായതു മൂലമുള്ള വെള്ളക്കെട്ട് നീക്കി നീരൊഴുക്ക് സുഗമമാക്കി. പുലക്കാട്ടുകര മാഞ്ഞാങ്കുഴി ഷട്ടറുകളിൽ മരം വന്നടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടത്. ഏനാമാവ് ഇല്ലിക്കൽ ഷട്ടറുകൾ തുറക്കുന്നത്. പുഴയ്ക്കൽ മുതൽ ഏനാമാവ് വരെയുള്ള ഫ്ലഡ് ഇൻലൈറ്റുകൾ, ഔട്ട്ലെറ്റുകൾ തുറക്കാത്തത് തുടർന്ന് വെള്ളം കയറുന്ന പ്രശ്നങ്ങളിൽ അടിയന്തരമായി ഇടപെടാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ഇറിഗേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയിക്കുന്നതിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മേജർ ഇറിഗേഷൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, മൈനർ ഇറിഗേഷൻ, അഡീഷണൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരെ ബന്ധപ്പെടാം. ദേശീയപാത 66, 544 എന്നിവയുമായി ഉണ്ടാകുന്ന വെള്ളക്കെട്ട്, റോഡിലെ കുഴികൾ, അടിപ്പാത നിർമ്മാണം മൂലമുള്ള ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച് പ്രശ്നങ്ങൾ NH ഡെപ്യൂട്ടി കളക്ടറെ അറിയിക്കാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
രാവിലെ മുതൽ മഴ ശമിച്ചതോടെ വെള്ളം പതുക്കെ പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്നു. തടസ്സപ്പെട്ട വാഹന ഗതാഗതവും പുനരാരംഭിച്ചിട്ടുണ്ട്. കേരള തീരം മുതൽ ഗുജറാത്ത് വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടതിനാൽ അടുത്ത 48 മണിക്കൂർ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 23-ന് കേരളത്തിൽ പ്രകൃതി ദുരന്തമുണ്ടാകുമെന്ന് കേന്ദ്രം നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ച മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ.